അസ്സലാമലൈക്കും. കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് നേരം വൈകി. 10 മണിയൊക്കെ കഴിഞ്ഞോളൂ അല്ലേ? 10 മണി കഴിഞ്ഞോ ആദ്യക്കൂട്ടാ? 10:30 അല്ലേ? 10:30 ഇനിയിപ്പോൾ ഒരു മണിക്കൂർ ലൈവ് ഇടന്നാലും അതിന് മുമ്പ് ഒരു വീഡിയോസ് ഇടട്ടെന്ന് വെച്ചിട്ടാണ്. എൻ്റെ സഹോദരി റസിയ പറഞ്ഞൊരു കൂട്ടുകാരിയുണ്ട് എനിക്ക്. അവളൊരു വീഡിയോസ് ഇട്ടിരുന്നു. ആ വീഡിയോ ഞാൻ കണ്ടു. റസിയ, എനിക്ക് നിന്നോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പ്രശ്നം 1.5 വർഷം മുമ്പേ നീ പറഞ്ഞ അതേ വാക്കുകൾ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ആരും അതനുസരിച്ചിട്ടില്ല. കാരണം നമുക്ക് ആരാൻ്റെ മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല ചേലാണെന്ന് പറയില്ലേ, അതാണ് ഇവിടെ നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മളെ കുടുംബത്തിലേക്ക് വന്ന് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളാകുമ്പോഴേ നമ്മളതിനെക്കുറിച്ച് ഓർക്കുള്ളൂ. നമ്മളെ കുടുംബത്തിൽ നടക്കുന്ന ചെറിയൊരു പ്രശ്നം നമ്മൾ യൂട്യൂബിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അവിടെയും ഇവിടെയും തൊക്കും തൊങ്ങലും വെച്ച് പ്രശ്നങ്ങൾ ഒരുപാട് വലുതാക്കി കോളാക്കി നമ്മുടെ കയ്യിൽ തരും. അതാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുടുംബത്തിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയരുത് എന്ന് നമ്മളൊക്കെ പറയുന്നത്. കാരണം കുടുംബങ്ങളിൽ ജീവിക്കുമ്പോൾ ഏത് കുടുംബത്തിലാണെങ്കിലും സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും സഹോദരിമാർ തമ്മിലാണെങ്കിലും അയൽവക്കക്കാർ തമ്മിലാണെങ്കിലും പ്രശ്നമില്ലാത്ത നാടും വീടും ഉണ്ടാവില്ല. നമുക്കെല്ലാവർക്കും അറിയാം. 100% ഒരു പ്രശ്നമില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബങ്ങളും ഉണ്ടാവില്ല. പക്ഷേ ഇതൊന്നും വന്ന് ആരും സോഷ്യൽ മീഡിയയിൽ പറയില്ല എന്ന് മാത്രം. ഇത് പറഞ്ഞാലാണ്, കാരണം എൻ്റെ അഭിപ്രായത്തിൽ ഞാനതിനെ കണക്ക് കൂട്ടി ഞാനൊരു ഭാഗം പറയും, മറ്റൊരു യൂട്യൂബേഴ്സ് അതിനെടുത്ത് അവരുടേതായ അഭിപ്രായം പറയും, വേറെ യൂട്യൂബേഴ്സ് എടുത്ത് അവരുടേതായ അഭിപ്രായം പറയും. അതുകൊണ്ടാണ് കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവന്നിടല്ലേ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്ര സന്തോഷിക്കുന്ന പ്രശ്നങ്ങൾ ഇട്ടാലും അതിനൊക്കെ ഒരാഴ്ചത്തെ ഓട്ടേ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മളൊരു ചെറിയ പ്രശ്നം കൊടുന്നിട്ടാൽ ആ ചെറിയ പ്രശ്നം വർഷങ്ങളോളം ഓടും. അത് ചിലപ്പോൾ സംഭവിച്ചതുമായിട്ടും നടക്കുന്നതുമായിട്ടും ഒരു ബന്ധങ്ങളും ഇല്ലാത്ത കഥയും ആയിരിക്കാം. അപ്പോൾ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും പറയുമായിരുന്നു. അല്ലാതെ എനിക്ക് പറയുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം മറ്റുള്ള കുടുംബങ്ങളെ എടുത്ത് പറയുന്നതിന് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് എൻ്റേതായ പരിമിതി അല്ലാതെ തന്നെ എൻ്റെ കുടുംബങ്ങളുടേതായ ഉപദേശത്തിൻ്റെ പുറത്തും കൂടിയാണ് ഞാനത് പറയുന്നത്. കാരണം പരിമിതി ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിത് പറയാൻ അറിയഞ്ഞിട്ടല്ല, എല്ലാവരും പറയുന്നത് മാതിരി നമുക്കും നമ്മളുടേതായ അഭിപ്രായങ്ങൾ പറയാൻ പറ്റാത്തത് കൊണ്ടല്ല, പറയരുത് എന്നുള്ള സാക്ഷണ ഉള്ളത് കൊണ്ടും അതനുസരിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെപ്പറ്റി ഉണ്ടാതിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2 ദിവസം മുമ്പ് തന്നെ ഞാനൊരു വീഡിയോസ് ഇട്ടു. ആ വീഡിയോ ഇട്ട് മണിക്കൂറുകളായില്ല. അതിന് മുമ്പേ എനിക്ക് മെസ്സേജ്, കോള് ഇതെല്ലാം വരാൻ തുടങ്ങി. ഉമ്മച്ചി വേണ്ട കളയുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മളെ സ്നേഹിക്കുന്ന കുറേ മക്കൾ നമുക്കുണ്ട്. എനിക്കറിയില്ലായിരുന്നു ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഈ മക്കളെന്ന് എനിക്കറിയില്ലായിരുന്നു. അവരെന്നോട് അതിന് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഉമ്മച്ചിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾക്കത് സഹിക്കൂല എന്ന്. കാരണം എന്നെപ്പറ്റി ഞാൻ ആരാണെന്ന് എൻ്റെ മക്കൾക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവരത് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു തീപ്പൊരി വീണാൽ മതി. കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു തീപ്പൊരി ഇട്ടാൽ അത് ആളി കത്തി ആ കുടുംബം കുട്ടിച്ചോറാകുന്നത് വരെ അത് കത്തിച്ചു കൊണ്ടിരിക്കും. നേരെ മറിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് ഇട്ട് നോക്കൂ, അത് കാണാൻ ആളുണ്ടാവില്ല. അപ്പോൾ എല്ലാ സഹോദരന്മാരും അത് ശ്രദ്ധിക്കുക. കാരണം കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടുവന്ന് ഇടാതെ നോക്കുക. ഒരുപാട് വേദനിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അവർക്കൊന്നും സോഷ്യൽ മീഡിയ ഉള്ളത് അറിയാഞ്ഞിട്ടോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഉള്ളത് അറിയാഞ്ഞിട്ടോ അല്ല, അവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ലോകത്തിൻ്റെ മുമ്പിൽ ഇട്ടുകൊടുത്താൽ എന്താകും എന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് അവരിടാത്തത്. എത്രയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടാത്തത്. എൻ്റെ പൊന്നു മക്കളും അത് ശ്രദ്ധിക്കുക. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ചെറുതായിട്ട് പറഞ്ഞാൽ പോലും
സന്തോഷത്തിൻ്റെ കാര്യമാണെങ്കിൽ അത് കേൾക്കാൻ ആളുണ്ടായിക്കൊള്ളുന്നില്ല. നേരെ മറിച്ച് വേറെ വല്ലതുമാണെങ്കിൽ അത് കത്തിപ്പടർന്ന് നമ്മളെ കയ്യിൽ നിന്നും പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തേക്കത് പോവും. സൂക്ഷിക്കുക എല്ലാവരും. അസ്സലാമു അലൈക്കും. നമ്മളെ ഒരാളെ കുടുംബത്തിനും സോഷ്യൽ മീഡിയയിൽ അപമാനിതയാവാനുള്ളൊരവസരം അള്ളാഹു നമ്മൾക്ക് ആർക്കും തന്നെ വരുത്താതിരിക്കട്ടെ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാത്തയും എല്ലാ കുടുംബത്തിനെയാണ് പറയുന്നത്. കാരണം എല്ലാ സഹോദരി സഹോദരന്മാരും എല്ലാവരുടെ മക്കളും നമ്മൾക്ക് മക്കളാണ്, വരും തലമുറയാണ്. നമ്മൾ ഇന്ന് നാളെ ജീവിച്ച് മരിച്ചു പോകും, അടുത്ത തലമുറയാണ് അവർ. അപ്പോൾ അവർക്ക് ഈ ദുനിയാവിൽ ജീവിക്കണം, തല ഉയർത്തി നടന്ന് ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് വിടുകയാണ്. അള്ളാഹുവേ, ഈ ഒരു അപമാനം കുടുംബത്തിന് ഇല്ലാതിരിക്കാൻ എല്ലാ കുടുംബങ്ങളെയും റബ്ബേ നീ കാക്കണേ. എല്ലാ മനസ്സുകളെയും റഹ്മാനായ റബ്ബെ നീ വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റാത്ത ഒരു മനസ്സുകളുമില്ല. നന്നാക്കണേ അല്ലാഹുവേ. ഇത്രമാത്രം പറയണം. അസ്സലാമു അലൈക്കും.